ബുദ്ധിജീവികൾക്ക് ഉണ്ടാക്കിയ പടമല്ല ഇത്. ബുദ്ധിജീവികൾക്ക് വേറെ പടങ്ങളുണ്ട്, അവരത് പോയി കാണട്ടെ. ഈ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഇവർക്ക് സിനിമ എടുക്കാനെന്ന് പറഞ്ഞുകൂടാ. അവിടെയൊക്കെ യു ടെൽ ദം ടു കം ആൻഡ് മേക്ക് എ പിക്ചർ, ദേ കാൻറ്റ് മേക്ക് എ പിക്ചർ. പിന്നെ ഓരോരോ കുണാപ്പ് പടങ്ങൾ കൊണ്ടുവന്ന് ദേ ട്രൈ ആൻഡ് ഗെറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് റെക്കഗ്നിഷൻ ഹിയർ ആൻഡ് ദെയർ. ഓരോ ജൂറീസിനെ പിടിച്ച് അവരുടെ പടങ്ങൾ വലുതാക്കും. ഇതാരും കാണത്തില്ല. ആരും കാണാത്ത പടമല്ല. ഇറ്റ് ഇസ് മെയ്ഡ് ഫോർ യുവർ ഓൺ സെൽഫിഷ് റീസൺസ്. നമസ്കാരം. സിനിമാ വ്യവസായത്തിൽ ഓരോ സിനിമകളും ഓരോ ഉൽപ്പന്നങ്ങളാണ്. ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രേക്ഷകന്റെ ഇഷ്ടം മാത്രമാണ്. ഒരു സിനിമയെ മാസാക്കുന്നതും ആസാക്കുന്നതും പ്രേക്ഷകർ തന്നെയാണ്. വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു കൂട്ടം കാഴ്ചക്കാരുടെ പ്രീതി കൊണ്ട് താരസിംഹാസനങ്ങൾ ചിലർ നേടുമ്പോൾ മിന്നും താരങ്ങളായി മറ്റു ചില നല്ല നടന്മാർ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവർ ഈ ഇൻഡസ്ട്രിയിൽ ചിലപ്പോഴൊക്കെ പല റോളിലും അവതരിച്ച് അതിശയിപ്പിച്ചു കളയും. അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യം നടനായും പിന്നീട് സംവിധായകനും രചയിതാവും നിർമ്മാതാവായും കടന്നുവന്ന ഒരു സർഗപ്രതിഭയുണ്ട്. വിഷാദമായ മുഖഭാവം, നിഷ്കളങ്കമായ കണ്ണുകൾ, എക്സെൻട്രിക്കായ ശരീരഭാഷ, ഇംഗ്ലീഷ് ചുവയുള്ള സംസാര രീതിയുമായി ഭരതന്റെ മൂശയിൽ പിറന്ന ശ്രീ പ്രതാപ് പോത്തൻ. നല്ല വായനയും അതുപോലെ സിനിമയെപ്പറ്റി വളരെ അഗാധമായി പഠിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ വിവിധ ഭാഷാ നടനായി മാറ്റുന്നതിനും കാരണമായത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായി ഏകദേശം 100-ലധികം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. മലയാളത്തിലും തമിഴിലുമായി 12ഓളം ചിത്രങ്ങൾ സംവിധാനവും ചെയ്തു. അതുമാത്രമല്ല, പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയും അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും വ്യവസായിയുമായിരുന്ന തിരുവല്ലയിലെ കുളത്തുങ്കൽ പോത്തന്റെയും പൊന്നമ്മ പോത്തന്റെയും മകനായി 1952 ഫെബ്രുവരി 15-നാണ് പ്രതാപ് പോത്തൻ ജനിച്ചത്. വ്യാപാരികളുടെ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹരി പോത്തൻ മൂത്ത സഹോദരനാണ്. ജസമ്മ, മോഹൻ പോത്തൻ, വിജയമ്മ എന്നിവരാണ് മറ്റ് സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം ഊട്ടിയിലെ ലോറൻസ് സ്കൂളിലും പിന്നീട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി. കോളേജ് പഠനകാലത്ത് തന്നെ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. പഠനശേഷം കുറച്ചു കാലം മുംബൈയിൽ ഒരു പരസ്യ ഏജൻസിയിൽ കോപ്പി റൈറ്ററായി ജോലി ചെയ്തു. അഭിനയമോഹികൾ എന്നും അതിനുള്ള ശ്രമവും അധ്വാനവും തുടർന്നുകൊണ്ടേയിരിക്കും. മദ്രാസ് പ്ലേയേഴ്സിൽ അഭിനേതാവായിരുന്നു പ്രതാപ് പോത്തൻ. ഭരതൻ അദ്ദേഹത്തിന്റെ നാടകാഭിനയം കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് സുന്ദരന്മാർ മാത്രം നായകനാകുന്ന രീതിയായിരുന്നു. എന്നാൽ ഭരതന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. പതുവെ രീതി തെറ്റിച്ചുകൊണ്ട് ഭരതന്റെ സംവിധാനത്തിൽ ആരവം എന്ന ചിത്രത്തിലൂടെ പ്രതാപ് പോത്തൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. ആരവത്തിലെ കൊക്കരക്കോ എന്ന കഥാപാത്രം കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അല്പബുദ്ധിക്കാരനായ പെക്കൂലിയർ വില്ലേജ് മാൻ, ഭാര്യയേക്കാൾ തന്റെ പോരുകോഴിയെ സ്നേഹിക്കുന്ന വേഷം. 1978-ലായിരുന്നു ആരവം ഇറങ്ങിയത്. 1979-ൽ ഭരതന്റെ തന്നെ തകര, 1980-ൽ ചാമരം എന്നീ സിനിമകളിൽ പ്രതാപ് പോത്തൻ നായകനായി. തകരയിലെ വേഷം പ്രതാപ് പോത്തന്റെ അഭിനയ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. മാനസിക വളർച്ചയെത്താത്ത അനാഥ യുവാവായ തകരയായി അദ്ദേഹം നിറഞ്ഞാടിയ സിനിമയായിരുന്നു. ശുദ്ധഗതിക്കാരനായ തകരയെ നെടുമുടി വേണു അനശ്വരമാക്കിയ ചെല്ലപ്പനാശാരി എന്ന കഥാപാത്രത്തിന്റെ പ്രേരണയിൽ പ്രണയിനി സുഭാഷിണിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെ തുടർന്നുള്ള വൈകാരികവും കലുഷിതവുമായ പ്രശ്നങ്ങളും ഉത്തരവുമാണ് ആ സിനിമ പറയുന്നത്. പത്മരാജന്റെ തിരക്കഥയിൽ ഭരതൻ ഒരുക്കിയ മറ്റൊരു ക്ലാസിക് സിനിമയായ തകരയിലെ തകര എന്ന സഹതാപപൂർണമായ നായകവേഷം മലയാളിയുടെ മനസ്സിൽ കോറിയിടാൻ പ്രതാപ് പോത്തന് കഴിഞ്ഞു. അതുപോലെ തുടർന്നിറങ്ങിയ ഭരതന്റെ ചാമരവും പ്രതാപ് പോത്തന്റെ അഭിനയ പ്രതിഭ വിളിച്ചെറിയിച്ച ചിത്രമാണ്. ഒരു വിദ്യാർത്ഥിയും കോളേജ് അധ്യാപികയും തമ്മിലുള്ള പ്രണയകഥയാണ് ഇതിവൃത്തം. S. ജാനകി ഈ ചിത്രത്തിൽ നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന മനോഹര ഗാനം ആലപിച്ചിരുന്നു. ഇന്നും മലയാളി മറക്കാത്ത ഒരു സുന്ദര ഗാനം. മാത്രമല്ല അതിലെ കഥാപാത്രങ്ങൾ. അധ്യാപികയായി സെറീന വഹാബും വിനോദായി പ്രതാപ് പോത്തനും തന്മയത്വത്തോടെയുള്ള അഭിനയം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു സിനിമാ കാഴ്ചയാണ്. തകരയിലെയും ചാമരത്തിലെയും അഭിനയത്തിന് 79-80 വർഷങ്ങളിൽ മികച്ച മലയാള നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു. KG ജോർജ്, മോഹൻ, ബാലു മഹേന്ദ്ര തുടങ്ങിയവരുടെ സിനിമകളുടെ ഭാഗമാകാനും പ്രതാപ് പോത്തന് കഴിഞ്ഞു.
പ്രേമാഭിഷേകം, ഓളങ്ങൾ, 1 മുതൽ 0 വരെ, മൂടൽമഞ്ഞ്, ഇടവേള, നിറഭേദങ്ങൾ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം തുടങ്ങി ധാരാളം മലയാള സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് തമിഴിലും തെലുങ്കിലും വിജയ ചിത്രങ്ങളുടെ നായകനായി. നെഞ്ചത്തേക്കില്ലാതെ, പന്നീർ പുഷ്പങ്ങൾ, വരുമയിൻ നിറം, ശിവപ്പ് എന്നീ ചിത്രങ്ങളിലെ അഭിനയം തമിഴിലും പ്രതാപ് പോത്തനെ പ്രശസ്തനാക്കി. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത വരുമയിൻ നിറം ശിവപ്പ് എന്ന ചിത്രത്തിലെ പ്രതാപ് പോത്തന്റെ അഭിനയമാണ് ഇവയിൽ അവിസ്മരണീയമായത്. 50ഓളം തമിഴ് സിനിമകളും പ്രതാപ് പോത്തൻ നായകനും പ്രതിനായകനുമായി വേഷപ്പകർച്ച നടത്തി. ചിലർ സിനിമയിൽ വരച്ചിടുന്ന കഥാപാത്രങ്ങൾ പൂർണ്ണമായും കാഴ്ചക്കാരിൽ അങ്ങനെ തന്നെ നിൽക്കും. ആ നടൻ ചിലപ്പോൾ മാറി ചിന്തിച്ചാലും അയാളെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ചിലർ തീരുമാനിക്കും. സാങ്കേതികമായി പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയാം. അങ്ങനെ സ്ഥിരം വേഷപ്പകർച്ചകളോടെ ഓരോ സിനിമയിൽ അഭിനയിച്ചപ്പോഴും തന്റെ സിഗ്നേച്ചർ അടയാളപ്പെടുത്തിയ പ്രതിഭയായിരുന്നു പ്രതാപ് പോത്തൻ. എന്നാൽ തുടക്കത്തിലെ ഭാഗ്യം പിന്നീട് അദ്ദേഹത്തിനെ തുണച്ചില്ല. ചിലപ്പോൾ എപ്പോഴും കാണാൻ പറ്റിയ മുഖമായിരിക്കില്ല തൻ്റേത് എന്ന് പ്രതാപ് പോത്തൻ പറയുമായിരുന്നു. നല്ല സിനിമകൾ ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഗ്രൂപ്പിസം, ദുഷ്പ്രചരണങ്ങൾ, പാരകൾ, താൻ കിറുക്കനാണെന്ന് വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തിന് മടുത്തു. ഭരതനോടൊപ്പം ഓരോ സിനിമ ചെയ്യുമ്പോഴും സംവിധാനമോഹം അദ്ദേഹത്തിൽ വളർന്നിരുന്നു. അഭിനയം മതിയാക്കി സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഒരു കാതൽ കഥ എന്ന് സംവിധാനം ചെയ്തത്. സിനിമ ഹിറ്റായിരുന്നു. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ അവാർഡിൽ ലഭിച്ചു. ഋതുഭേദം, ഡെയ്സി, മോഹൻലാലും ശിവാജി ഗണേശനും അഭിനയിച്ച ഒരു യാത്രാമൊഴി എന്നീ മലയാള ചിത്രങ്ങളും, തെലുങ്കിൽ ചൈതന്യ എന്ന ചിത്രവും, തമിഴിൽ ജീവ, വെട്രിവിഴ, ലക്കിമാൻ തുടങ്ങിയ ചിത്രങ്ങളും അടക്കം 13 ചിത്രങ്ങൾ പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്തു. ബാലചന്ദ്ര മേനോൻ, തിലകൻ, ഗീത, മോനിഷ തുടങ്ങിയവർ അഭിനയിച്ച ഋതുഭേദം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് തിലകന് 1987 മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു. 53ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. യാത്രാമൊഴിക്ക് ശേഷം സിനിമ സംവിധാനം ചെയ്യണമെന്ന മോഹവും അദ്ദേഹത്തിന് ഇല്ലാതായി. പിന്നെ പരസ്യ മേഖലയിലേക്ക് തിരിഞ്ഞു. ഗ്രീൻ ആപ്പിൾ എന്ന പേരിലുള്ള സ്വന്തം പരസ്യ ഏജൻസിയുമായി തിരക്കിലായിരുന്നു അദ്ദേഹം. MRF ടയർ, നിപ്പോ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള പരസ്യ ചിത്രങ്ങൾ തയ്യാറാക്കിയത് ഈ കമ്പനിയാണ്. MRFിനു വേണ്ടി സച്ചിൻ, ബ്രയാൻ ലാറ, സ്റ്റീവോ എന്നിവരെ വെച്ച് ചെയ്ത പരസ്യം IPL ടൂർണമെന്റിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് അർഹമായ പരസ്യമാണ്. ബഹുമുഖ പ്രതിഭയായിരുന്നു എങ്കിലും നല്ലൊരു ദാമ്പത്യ ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. വീണ്ടും ഒരു കാതൽ കഥ എന്ന സിനിമയിൽ പ്രതാപ് പോത്തന്റെ നായികയായ രാധികയാണ് ആദ്യ ഭാര്യ. സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുക്കുന്നത്. 1985 സെറ്റിൽ തുടങ്ങിയ പ്രണയം വിവാഹത്തിലെത്തി. നായകന് 24 വയസ്സും നായികയ്ക്ക് 17 വയസ്സും. അതായിരുന്നു പ്രായം. 1986 അവർ പേർപിരിഞ്ഞു. 1.5 വർഷം മാത്രം നീണ്ടുനിന്ന വിവാഹ ജീവിതം. ഇരുവരുടെയും പക്വതയില്ലായ്മയാണ് ബന്ധം തകർന്നത്. സിനിമാക്കാരുടെ വിവാഹമെല്ലാം ഇങ്ങനെയാണ്. സിനിമ അത്ര കണ്ട് അവരെ ഭ്രമിപ്പിക്കുന്ന, കാഴ്ചക്കാരും ആരാധകരുമെല്ലാം ഒരു അഡിക്ഷനാണ്. വീണ്ടും ഒരു 2ാം വിവാഹം. താജിൽ സീനിയർ കോർപ്പറേറ്റ് പ്രൊഫഷണലായിരുന്ന അമല സത്യനാഥിനെ 1990 അദ്ദേഹം വിവാഹം കഴിക്കുന്നു. 22 വർഷത്തിന് ശേഷം ഈ വിവാഹവും 2012 അവസാനിച്ചു. നീണ്ട ഒരു അഭിനയ ഇളവേളയ്ക്ക് ശേഷം പ്രതാപ് പോത്തൻ 1997 തേടിനയൻ മന്ദത് എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് തന്മാത്രയിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ശേഷം മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. 22 FK ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പ്രതാപ് പോത്തന് ശരിക്കും ഒരു റീബർത്ത് ആയിരുന്നു. 2012 മികച്ച വില്ലനുള്ള സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്, സൈമ അവാർഡ്, 22 ഫീമെയിൽ കോട്ടയം സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ഇറങ്ങിയ അയാളും ഞാനും തമ്മിൽ, അരികിൽ ഒരാൾ, ഇടുക്കി ഗോൾഡ്, ലണ്ടൻ ബ്രിഡ്ജ്, ബാംഗ്ലൂർ ഡേയ്സ്, മുന്നറിയിപ്പ്, കനൽ, എസ്ര, ഉയരെ, ഫോറൻസിക് അങ്ങനെ കുറെ നല്ല വേഷങ്ങളിൽ മലയാളത്തിൽ സിനിമകൾ ചെയ്തു. ഇതോടൊപ്പം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു. ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം ചെയ്ത ഡോക്ടർ സാമുവൽ എന്ന കഥാപാത്രം തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായി അദ്ദേഹം തന്നെ വിലയിരുത്തുന്നു. സംവിധായകനായ ലാൽ ജോസ് നസുദ്ദീൻ ഷായ്ക്ക് വേണ്ടി എഴുതിയ വേഷമായിരുന്നു പ്രതാപ് പോത്തൻ അനശ്വരമാക്കിയത്. വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന ഒരാളായിരുന്നു പ്രതാപ് പോത്തൻ. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വിവാദങ്ങളെ ക്ഷണിക്കുന്നതായിരുന്നു. ജയറാം, അഞ്ജലി മേനോൻ എന്നിവരുമായി സിനിമാ സംബന്ധമായി കലഹിക്കുകയുണ്ടായി. ജയറാമിന്റെ മകൻ കാളിദാസിനെ വെച്ചുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരു വിവാദം. ജയറാം AMMയിൽ പരാതി കൊടുക്കുകയും ഉറ്റ സുഹൃത്തായ നെടുമുടി വേണു വഴി അനുരഞ്ജനത്തിന് ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായി. ബാംഗ്ലൂർ ഡേയ്സിന്റെ സംവിധായികയായ അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ ദുൽഖറിനെ വെച്ച് ചെയ്യാനിരുന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത വിവാദം. വിവാദങ്ങളും വ്യവഹാരങ്ങളും പ്രതാപ് പോത്തന് ശീലമായിരുന്നു.
അതുകൊണ്ട് തന്നെ അതെല്ലാം അദ്ദേഹത്തിന്റെ ശൈലിയിൽ നേരിടുകയും ചെയ്തു. 2014 പ്രതാപോത്തിന്റെ 100ാമത് ചിത്രമായ വൺസ് അപ്പോൺ എ ടൈം ദേർ വാസ് എ കള്ളൻ എന്ന ഫാസിൽ മുഹമ്മദിന്റെ ചിത്രത്തിൽ ഔസേപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം കരസ്ഥമാക്കി. തകരയിലും ചാമരത്തിലും നഷ്ടമായത് കയ്യിലെത്താൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നു. പ്രതാപോത്തിന് അഭിനയ ജീവിതത്തിൽ ഏറെ വെല്ലുവിളികൾ ഉയർത്തിയ ഒരു കഥാപാത്രമായിരുന്നു ഔസേപ്പച്ചൻ. തന്റെ സ്വാഭാവിക അഭിനയത്തിലൂടെ പുരസ്കാരം നേടുകയും അദ്ദേഹം ചെയ്തു. 2022 ജൂലൈ 15 ചെന്നൈയിലെ കെൽപോക്കിലെ അപ്പാർട്ട്മെന്റിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തി. ഉറക്കത്തിനിടയിൽ ഉണ്ടായ ഹൃദയാഘാതമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. മരണത്തിന് ഒരു ദിവസം മുൻപ് വിരോധാഭാസം എന്ന് പറയട്ടെ, ജോർജ് കാരളിന്റെ ഒരു കോട്ട് പ്രതാപോത്തൻ തന്റെ FB പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നു. Death is caused by swallowing small amount of saliva over a long period of time. അവസാനമായി തൻ്റെ മരണത്തെ പോലും ഡിഫൈൻ ചെയ്ത് ഒരു ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് സ്വസ്ഥമായി ഉറങ്ങിയ സർഗപ്രതിഭ. മലയാളത്തിൽ നിന്ന് ഇത്രയധികം ഭാഷകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജനപ്രിയ മലയാള സിനിമയുടെ നവോത്ഥന കാലത്തെ വേറിട്ട പ്രണയ നായകന് വിട. Otherwise, you get into pictures and do make films, yeah. Who's stopping you? നീ വാ സിനിമ ഉണ്ടാക്കുക. ഇവിടെ അസൂയ കുശുമ്പിൻ്റെ ഒരു നാടാണ്. ബട്ട് ഐ ലവ് ദിസ് നാട്. ഇത് എൻ്റെ നാടാ. ഞാൻ മലയാളിയാണ്. എൻ്റെ അപ്പൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. എൻ്റെ അമ്മ ചെങ്ങന്നൂർക്കാരിയാണ്. അതുകൊണ്ട് ഞാൻ മലയാളിയാണ്.